celluloid where glitz and glamour meets together. And here unfolds the magic of movies or cinema, where actors and actresses come into our hearts through their characters. Well, they steal our hearts on the screen, but some of these artists, they go beyond the spotlight by way of their community engagement, their social commitment. The next guest on the 973 show is one such, Malayalatinte Swandam, Tovino Thomas. Welcome, Tovino. Welcome to Bahrain. Congratulations on ARM. Thank you, sir. What a visual treat it was. Thank you. Kandu. Yeah, movie Kandu. The very first show in Bahrain we met. We nice. saw on the screens. It was a different movie experience. Let's start on that. Anyway, you're here to promote your movie, Yes. which I think you don't need because the movie has made it. ഇത് പ്രോബ്ലി ഒരു പ്രൊമോഷനേക്കാളും കൂടുതൽ ഐ തിങ്ക് ദിസ് ഇസ് എ സക്സസ് സെലിബ്രേഷൻ. Yes, indeed. അപ്പോൾ അതും ഇപ്പൊ ഇവിടെയും ഉണ്ട് കുറെ മലയാളീസ് ബഹ്റൈനിലും 4 ലക്ഷത്തോളം മലയാളീസ് Yes, more than half of the almost ഇവിടെ സ്ക്രീൻസിലെല്ലാം ആളുകൾ is running. Yeah. അതെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും സക്സസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മലയാളികൾ ഞാനിവിടെ വന്നിട്ടില്ല അതിന് മുമ്പ്. Yeah. Oh, this is your first time? Okay. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഫീൽ ഓഫ് ബഹ്റൈൻ? എങ്ങനെയുണ്ട്? ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര പീസ്ഫുൾ ആണ്, കാം ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ജസ്റ്റ് ഇന്നലെ വൈകിട്ട് എത്തിയിട്ടുള്ളൂ, ഇന്നും കൂടെ ആണ് ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഐ വിൽ കം ബാക്ക്. യെസ്. ഓ, വെരി നൈസ് ടു ഹിയർ ദാറ്റ്. ARMനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഞങ്ങളെപ്പോലെ തന്നെ ആസ് എൻ ആക്ടർ യു have put in a lot of effort into that movie. It's visible. All the 3 characters are like poles apart. Take us through that journey. How easy was it, especially Kalari Vadichu? Pinna emotion of the second character is amazing. You have that charm. There is a romance in that eyes. And finally the innocent Ajayan. Can you take us through that journey? How easy was it? It was not easy at all. Yeah. ഇത് എനിക്ക് ഒന്നും അങ്ങനെ ഈസി ആണെന്ന് കരുതുന്ന ആളല്ല ഞാൻ. എനിക്കെല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണോ ട്രെയിൻ ചെയ്യേണ്ടത് അത് ട്രെയിൻ ചെയ്തിട്ട് ചെയ്യാം. കാര്യം എനിക്ക് കുറച്ചെങ്കിലും അറിയാവുന്നത് സിനിമയാണ്, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നല്ലൊരു കഥയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത് ഏറ്റവും നന്നായി ചെയ്യാനായിട്ടുള്ള അതൊരു നമ്മളൊരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയുമാണ്. അതേസമയം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമയും നല്ല കഥയും നല്ല കഥാപാത്രങ്ങളൊക്കെ ഒരു സിനിമയിൽ കിട്ടുക, 3 കഥാപാത്രം ഒരു സിനിമയിൽ കിട്ടുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ 3 ക്യാരക്ടേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി അതിനൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് പോലെ ഞങ്ങൾ ചെയ്തിരുന്നു. ഒരു ആക്ടിംഗ് ട്രെയിനറും ഡയറക്ടറും റൈറ്ററും ഞാനും അസോസിയേറ്റ്സും എല്ലാം കൂടെ ആയിരുന്നു. നമ്മൾ പലതവണ സ്ക്രിപ്റ്റ് വായിച്ചു, അതിനകത്തുള്ള ഇമോഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്യാരക്ടേഴ്സിൻ്റെ ഓരോ ക്യാരക്ടറും എന്താണ്, അവരുടെ ഐഡൻറ്റിറ്റീസ് എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ്, അവരുടെ ഈക്വേഷൻസ് എന്താണ് മറ്റ് ക്യാരക്ടേഴ്സുമായിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ മൂന്നായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഒരു ബേസ് ഇമോഷൻ വെച്ച് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ആക്ടിങ് പാർട്ടിന് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അതിൻ്റെ കൂടെ ആക്ടിങ്ങിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് നമ്മൾ കളറിപ്പായിട്ടും കൂടെ പ്രാക്ടീസ് ചെയ്തത്. ഞാൻ കളറിപ്പായിട്ട് അറിയാവുന്ന ആളല്ല ഞാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ താങ്ക് യു സോ മച്ച്. അത് വളരെ വിസിബിൾ ആണ്. സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അറിയാം ദാറ്റ് ഇസ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ബട്ട് ഐ റെസ്പെക്ട് ദ പ്രൊഫഷണൽ ഇൻ യു. ആസ് യു സെഡ്, യു പുട്ട് ഇൻ ആൻ എഫേർട്ട് ഫോർ every of your movie. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? Definitely. പണ്ടത്തേക്കാളും കൂടുതൽ ആൾക്കാർ അതുകൊണ്ടാണ് that's why you're star and that's why you steal hearts, right? That is, look at the change from Guppy to ARM അല്ലേ? ഗപ്പി മുതലുള്ള മൂവിയിലെ അല്ലെങ്കിൽ where you have even portrayed antagonist roles പോലും you steal hearts. I belong to yesteryears, okay? My hero was Rahman. I used to have a crush on Rahman. Ipo my daughter has a crush on you. So that is how we relate with you. You are the other door hero, like star. So that is your effort, and hats off to your efforts on that. You have showcased ഒരു thorough കളറി ആണ്. യു സെഡ് യു ഡിഡ്ന്റ് നോ ഇറ്റ്. അപ്പോൾ എത്ര സമയം എടുത്തതൊന്ന് മാസ്റ്റർ ചെയ്യാൻ? എനിക്ക് കളറിപ്പായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച എവിടേക്കോ പഠിച്ചിട്ടുണ്ട്. ഇല്ല. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഈ ഫൈറ്റ് സീക്വൻസുകളൊക്കെ ചെയ്തത്. ആ വടിയുണ്ടൊക്കെ അത് ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. അത് എൻ്റെ ഗുരുക്കള് സിനിമ തുടങ്ങുന്നതിന് 2 മാസം മുമ്പ് മുതലേ ഗുരുക്കള് എൻ്റെ കൂടെ വന്ന് താമസിച്ച് ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും കൂടെ എല്ലാ ദിവസവും രാവിലെ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് എന്നെ കൊണ്ട് കളറിപ്പായിട്ട് ഇത് ഞാൻ വേറെ അദൃശ്യജാലകങ്ങൾ എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇവർ എൻ്റെ കൂടെ വന്ന് താമസിച്ച് ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യും.
ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ കൂടെ വന്ന് താമസിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത് വരെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിട്ടും ഗുരുക്കളും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ സിനിമയുടെ ഷൂട്ട് തീരുന്നത് വരെ ഞാൻ കളരി പറ്റി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാര്യം ലാസ്റ്റ് ഷൂട്ട് ചെയ്തത് കുഞ്ഞിക്കേളുവിൻ്റെ ഫൈറ്റ് സീക്വൻസ് ആണ്, അതിനകത്തും കളരിയുണ്ട്. പിന്നെ അതിനേക്കാളും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഫൈറ്റ് മാസ്റ്റേഴ്സായിട്ട് ഫീനിക്സ് പ്രഭു, വിക്രം മോർ, സ്റ്റണ്ണർ സാം, അങ്ങനെ 3 പേരും ഉണ്ടായിരുന്നു. അതിൽ മെജോറിറ്റിയും ചെയ്തിരിക്കുന്നത് ഫീനിക്സ് പ്രഭു ആണ്, കളയൊക്കെ ചെയ്തത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്തും ത്രൂ ഔട്ട് ദ ഷൂട്ട് ഗുരുക്കള് രാത്രിയാണ് ഷൂട്ട് എന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഹാൻഡ് മൂവ്മെന്റ്സ് ആണെങ്കിലും ഒക്കെ ഈ ഫൈറ്റ് മാസ്റ്ററും ഗുരുക്കളും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഫൈറ്റിൽ നമ്മളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം, ലാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഏത് പൊസിഷനിൽ ലാൻഡ് ചെയ്യണം. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കൂടെ ഒരു എഫേർട്ടാണത്. അതുകൊണ്ടാണത് കളരിയായിട്ട് സയൻസ് ഉണ്ടല്ലോ, അത് മിസ്റ്റേക്ക് വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് ത്രൂ ഔട്ട് ഗുരുക്കൾ മോണിറ്റർ ചെയ്തിട്ട് ഫൈറ്റ് മാസ്റ്റേഴ്സ് കമ്പോസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. ഓക്കെ ബ്യൂട്ടിഫുൾ. ആൻഡ് ഈ ആക്ടേഴ്സൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ പറയുമല്ലോ നമ്മൾ ആ ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ് ഒരു സിനിമ. പക്ഷേ ഈ ഒരു സിനിമയിൽ തന്നെ 3 ഡിഫറെൻറ്റ് അങ്ങനെ ഒരു എപ്പോഴെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിച്ചു? ഇപ്പോൾ പറഞ്ഞല്ലോ ലാസ്റ്റ് സീക്വൻസ് ചെയ്തത് കേളു ഇതിൻ്റെയാണ്, അപ്പം മിക്സ് ചെയ്തായിരിക്കുമല്ലോ ചെയ്തത് പല ക്യാരക്ടർ. നമ്മൾ ഒരു ക്യാരക്ടർ തീർന്നിട്ടാണ് അടുത്ത ക്യാരക്ടറിലേക്ക് നമ്മൾ അങ്ങനെയാണോ വന്നത്? ഫസ്റ്റ് നമ്മൾ മണിയും ചെയ്തു, സെക്കൻഡ് അജയൻ ചെയ്തു, തേർഡ് കുഞ്ഞിക്കേളു. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ട്രാൻസിഷൻ വാസ് ഇറ്റ് ഈസി ഫോർ യു? ട്രാൻസിഷൻ അത് ഈസി ആയിരുന്നു ഞാൻ പറയില്ല. പക്ഷേ ട്രെയിനിങ് മുമ്പ് എടുത്തു വെച്ച കാരണം കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ടെക്നിക്കലി ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയപ്പോൾ എളുപ്പത്തിൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കംപ്ലീറ്റ്ലി വേറെ സെറ്റ് ഓഫ് മാനറിസംസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഇതിലത്തെ മാനറിസംസ് എല്ലാം ഒഴിവാക്കിയിട്ട് അടുത്തൊരു സെറ്റ് ഓഫ് മാനറിസംസ് നമ്മൾ എടുത്ത് വെക്കുന്നു. അപ്പൊ ഇതിലെ മാനറിസംസ് ഇവിടെ റിഫ്ലക്ട് ചെയ്യാൻ വരാൻ പാടില്ല. അത് മണിയും കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അല്ല, ഒരു 10 days ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമുക്ക് അജയൻ ചെയ്യാനായിട്ട്. പക്ഷെ അജയൻ കഴിഞ്ഞിട്ട് കുഞ്ഞിക്കള് ചെയ്യാനായിട്ട് നമുക്ക് ഫ്യൂ അവേഴ്സേ കിട്ടിയിട്ടുള്ളൂ. കാര്യം ട്രിവാൻഡ്രത്ത് ഷൂട്ട് കഴിഞ്ഞ് രാത്രി 10:30 വരെ ഷൂട്ട് ചെയ്ത് അവിടുന്ന് 12 മണിയായപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് പുലർച്ചയായപ്പോഴത്തേക്കും കാരക്കുടി എത്തിയപാടെ നമ്മൾ മേക്കപ്പ് ഒക്കെ തുടങ്ങി രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേക്കും കുഞ്ഞിക്കളുമായിട്ട് റെഡിയാണ്. അപ്പോൾ അതിന് സമയം കുറവേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും നമ്മൾ എൻ്റെ സ്ക്രിപ്റ്റിൽ കുറേ നോട്ട്സ് ഉണ്ടാവും എപ്പോഴും. ഞാനപ്പോൾ അങ്ങനെ നോട്ട്സ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ കുഞ്ഞിക്കളുവിൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഒരു റിവിഷനും കൂടെ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിന് ചെന്ന് ഇരിക്കുന്നത്. അപ്പോൾ അത് ഒട്ടും ഈസി അല്ല. പക്ഷെ അത് എന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ അഫക്റ്റ് ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതിനെ കുറച്ച് ടെക്നിക്കലിയും കൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. നമ്മുടെ ഇമോഷണലിയും ആണ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സീൻ, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദി ക്യാരക്ടർ, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ വീഡു. നമ്മളുടെ ക്യാരക്ടറിനോടുള്ള അപ്രോച്ചും ആക്ടിങ്ങിനോടുള്ള അപ്രോച്ചും കുറേശ്ശെ മാറും. പിന്നെ അജയൻ ചെയ്യുന്ന സമയത്ത് അജയന് ലൗഡ് ആവാൻ പറ്റില്ല. അയാൾ ഒരു ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതാ നമുക്ക് കുറച്ച് പാട്. നമ്മള് അഭിനയം വരരുത് പാവത്താനായിട്ട്, എന്നാൽ വിശ്വസനീയമാവുകയും ചെയ്യണം. അജയൻ ഒരു മീക്ക് ക്യാരക്ടറാണ്, എപ്പോഴും ഒരു ഫിയർ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന. അതെ. അതുപോലെ ഇപ്പൊ മണിയൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ലൗഡ് ആവണം, പക്ഷെ ബിലീവബിൾ ആവണം. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞിക്കള് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിക്കളിൽ വേറെ എന്തില്ലെങ്കിലും ആ ഒരു ഡിവൈൻ ഒരു അങ്ങനെ അതാണ് പുള്ളിയുടെ പർപ്പസ് ഈ സിനിമയില്. അതിനകത്തുള്ള വൈൽഡർനെസ് മുഴുവൻ വരുന്നത് മണിയനാണ്. എന്നാൽ പടം റൂട്ട് ചെയ്യുന്നത് അജയന് വേണ്ടിയിട്ടാണ്. It was amazing. Adharu different, as I said, it was a different movie experience totally, and you are a professional. As you explained it, it's very clear because cinema happens to be your passion. Let me quickly go to a couple of other questions. You have gifted some of the wonderful songs to Malayalam. പഴയ മലയാളം പാട്ടുകൾ അതിന് ഇല്ല എന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഉള്ള മെലഡീസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ തീവണ്ടി അല്ലെങ്കിൽ ബറ്റാലിയൻ, ഇതിലെയൊക്കെ ലൂക്ക, ഇതിലേക്ക് ചില പാട്ടുകൾ യു ഹാവ് ഗിഫ്റ്റഡ് സം ഓഫ് ദ ബ്രില്യന്റ് ഓഫ് ലേറ്റ് സോങ്സ്. ഇതിനകത്ത് എനിക്ക് യാതൊരു പങ്കും ഇല്ലായിരിക്കാം. അതിനകത്തുള്ള ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും സിനിമയുടെ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും പിന്നെ അതിന്റെ ലിറിസിസ്റ്റും അതിലെ സിംഗേഴ്സും എല്ലാവരും ആണ് അത്. ഐ ഫീൽ ഐ എം ജസ്റ്റ് ലക്കി ടു ബി പാർട്ട് ഓഫ്. അതെ, ഇത്രയും പേര് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഫേസ് ആയിട്ട് നിൽക്കുക എന്നുള്ള അത് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗപ്പിയാണെങ്കിലും ഗോതയാണെങ്കിലും ഒക്കെ അതൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക, സൗണ്ട് ട്രാക്ക് ആണെങ്കിലും അതിനകത്തുള്ള പാട്ടുകളാണെങ്കിലും ഇപ്പം മിന്നൽ മുരളിയാണെങ്കിലും എല്ലാത്തിനകത്തും പാട്ടുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സിനിമേനെ ആൾക്കാർക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്താനായിട്ട്.
മാത്രമല്ല സിനിമ കാണാനായിട്ട് ആൾക്കാർക്ക് 2-2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് ഒരു പാട്ട് കേൾക്കാൻ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ. അപ്പോൾ എൻ്റെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ എൻ്റെ പാട്ട് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഐ തിങ്ക് ഐ എം ജസ്റ്റ് ലക്കി. പിന്നെ ആ സിനിമകളിൽ നമ്മളുടെ ചോയ്സിൽ വന്നു എന്നുള്ളത് മാത്രമേ എൻ്റെ ഭാഗത്തുനിന്ന് അതിനകത്ത് എന്തെങ്കിലും അതിനകത്ത് എൻ്റെ എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിലും ഉള്ളൂ. ബാക്കിയെല്ലാം അതിന്റെ ക്രെഡിറ്റ് എനിക്ക് ഒട്ടും ആവശ്യപ്പെട്ടതല്ല. അതതിന്റെ മ്യൂസിക് ഡയറക്ടറിന്റെയും സിംഗറിന്റെയും ലിറിസിസ്റ്റിന്റെയും ഒക്കെ. You're here in a Gulf country to promote or celebrate the success, and you're going to yet another country. ഈ expat world എന്നുള്ള ഫീഡ്ബാക്ക്, especially we celebrate movies, അതെങ്ങനെയാണ്? How do you look at it? ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാരണം കൊണ്ടായിരിക്കാം നമ്മളുടെ സിനിമകളോടൊക്കെ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ മിഡിൽ ഈസ്റ്റ് GCC കൺട്രീസ് ഒക്കെ ഭയങ്കര മാർക്കറ്റാണ് ഒരു മലയാളം സിനിമയ്ക്ക്. ഒരുപക്ഷെ മലയാളി ഡയസ്പോറ കുറച്ച് കൂടുതലുള്ള ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം. അതും നമുക്ക് ഇപ്പോൾ ഏതൊരു പ്രൊഡ്യൂസറാണെങ്കിലും നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രധാന മാർക്കറ്റുകളിൽ ഒന്നായിട്ട് കാണുന്നത് ഈ GCC കൺട്രീസ് തന്നെയാണ്. അതുപോലെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പം നമ്മൾ ദുബായ്, ഖത്തറിലും സൗദിയിലൊക്കെ ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മളോട് നല്ല സ്നേഹമുണ്ട്. സ്നേഹമില്ലെന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വല്ലപ്പോഴും കാണുന്നതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു കൂടുതൽ സ്നേഹം അനുഭവിക്കാനായിട്ട്. അല്ലെങ്കിൽ നാട് വിട്ട് കഴിയുമ്പോൾ നമുക്ക് നാടിനുള്ള നൊസ്റ്റാൾജിയ പ്ലേസ് ഇറ്റ് വെരി ഹൈ, യു നോ. ആൻഡ് ഐ വിൽ നോട്ട് ടേക്ക് ലോങ്. വായിച്ചിട്ടുണ്ട് യു ലവ് ട്രാവലിംഗ്. ടെൽ മീ അബൌട്ട് ദാറ്റ് ഹോബി ഓഫ് യോഴ്സ്. വെയർ ഡിഡ് യു പിക്ക് ദാറ്റ്? അത് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ എന്നെയും ചേട്ടനെയും ചേച്ചിനെയൊക്കെ കുറേ യാത്ര ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ വേറെ എവിടെയല്ല, ഇന്ത്യക്കകത്ത് കുറേ സ്ഥലങ്ങൾ. ഞാനൊരു 10 പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇന്ത്യയിലും ഒരു 10 സ്റ്റേറ്റ്സിലധികം ഞാൻ അപ്പോൾ ആ സമയത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. എല്ലാ ക്രിസ്മസ് വെക്കേഷനും, എല്ലാ ഓണം വെക്കേഷനും, എല്ലാ മറ്റേ നമ്മുടെ സമ്മർ വെക്കേഷൻസിനും ഒരു ട്രിപ്പ് എന്തായാലും പോകും ഞങ്ങൾ 5 പേരും കൂടെ. അപ്പൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, ഞാൻ. അപ്പോൾ ഇന്നത്തെ പോലെ ഈ ഓൺലൈൻ ബുക്കിങ്ങും ഒന്നുമില്ലല്ലോ. അപ്പോൾ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ ഈ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ട്രെയിനിലൊക്കെ ചെന്ന് ഇറങ്ങി നമ്മളെല്ലാവരും കൂടി ഓരോരുത്തരെല്ലാം ഓരോ ബാഗൊക്കെ ഉണ്ടാവും, ഇതൊക്കെ പിടിച്ച് നമ്മൾ പോയി ഓരോ ഹോട്ടലിൽ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എല്ലാ ഹോട്ടലിലും നമുക്ക് അന്ന് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും ചെന്നിട്ടിപ്പോൾ അതിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഹോട്ടലിലേക്ക് വന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ക്ലോസർ ആകുമല്ലോ. നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ എക്സ്പീരിയൻസസ് യാത്രകളുടെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടാവും. ഈ എക്സ്പീരിയൻസസ് എല്ലാം റിഗാർഡ്ലെസ് അത് നല്ല എക്സ്പീരിയൻസ് ആണോ ചീത്ത എക്സ്പീരിയൻസ് ആണോ, ഞങ്ങളെ കുറച്ചും കൂടെ കൂടുതൽ ക്ലോസർ ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ നമ്മൾ ലോകം കാണുന്നു, പലതരം ആൾക്കാരെ കാണുന്നു, പലതരം കൾച്ചേഴ്സ് കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ സ്വഭാവ രൂപീകരണത്തിലും നമ്മളുടെയൊക്കെ ഒരു വിഷനും നമ്മുടെ പെർസ്പെക്റ്റീവ്സൊക്കെ ഫോം ചെയ്യുന്നതിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് യാത്രകളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയ സമയത്തും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടും ഒക്കെ യാത്ര ചെയ്തു തുടങ്ങി. ഇപ്പോൾ കുറച്ചും കൂടെ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറേ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാര്യം സിനിമയുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ടൂറിസ്റ്റിനെ പോലെ പോയി പെട്ടെന്ന് പോയി തിരിച്ചു വരികയായിരിക്കില്ല. അവിടെ പോയി ചിലപ്പോൾ ഒരു മാസമൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ അവിടുത്തെ കൾച്ചർ ഒന്നും കൂടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു ടൂറിസ്റ്റിനെ പോലെയോ ഈവൻ ഒരു ട്രാവലറിനെ പോലെയോ അല്ലാതെ അവിടെ ജീവിക്കുന്ന ഒരാളെ പോലെ ചിലപ്പോൾ നമുക്ക് ഒരാഴ്ചയൊക്കെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റിയെന്ന് വരും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ആളുകളെ കാണുക, പുതിയ കാര്യങ്ങൾ സംസാരിക്കുക, പുതിയ കൾച്ചറുകൾ മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് നമ്മളുടെ ഒരു വേ ഓഫ് ലൈഫും നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഞാനത് തന്നെയാണ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട്, ഇപ്പോൾ ഭാര്യയും മക്കളുമായിട്ട് പോകാറുണ്ട് യാത്രകൾ. പിന്നെ എൻ്റെ ഫുൾ ഫാമിലിയായിട്ടും പോകാറുണ്ട്. അപ്പൻ, അമ്മ, ചേച്ചി, അളിയും പിള്ളേർ, ചേട്ടൻ, ഭാര്യ, പിള്ളേർ, ഞാനും ഭാര്യയും പിള്ളേരായിട്ട് നമ്മൾ 15 പേരുണ്ട്. അപ്പോൾ ഒരു പാക്കേജ് ട്രിപ്പിന് എലിജിബിളാണ് നമുക്ക് മാത്രമായിട്ടൊരു പാക്കേജ് ട്രിപ്പൊക്കെ പോകാം. അപ്പോൾ അങ്ങനെ സമയം കിട്ടാറുണ്ടോ? ഞാനിപ്പോൾ അങ്ങനെ സമയം എടുത്ത് ഇപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ അങ്ങനെ തുടങ്ങിയിട്ട്. പക്ഷെ അത് ഐ മേഡ് ഇറ്റ് എ പോയിന്റ്. അതായത് എനിക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇടയ്ക്ക് അൺമൈൻഡ് ചെയ്യലും വേണം. അപ്പോൾ എൻ്റെ അൺമൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക, യാത്രകൾ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പൂർവ്വാധികം ശക്തിയോടെ നമുക്ക് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എക്സോഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഫിസിക്കൽ മാത്രമല്ല, നമ്മൾ മെൻ്റലിയും എക്സോസ്റ്റഡ് ആവും. അങ്ങനെ എക്സോസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ പെർഫോമൻസസിനെ ബാധിക്കും. അതുണ്ടാവാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ട്
ഞാൻ അത് ഒക്കെ ഇപ്പോഴാണ് ഒരു സിനിമ വന്ന് 10-12 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ബാലൻസ്, ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വന്നു തുടങ്ങി. അപ്പോൾ ഈ യാത്രകൾ ഇപ്പം ഇവിടെ വരുന്നത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ബഹ്റിൻ വരുന്നത്. ബഹ്റിൻ എൻ്റെ 34ാമത്തെ രാജ്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോകുന്നത് 2015-ലാണ്. അതിനുമുമ്പ് ഇന്ത്യക്ക് അകത്ത് ആദ്യം ദുബായാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് 2015-ൽ. അതിനു മുമ്പ് ഞാൻ ഇന്ത്യ ഒട്ടാകെ പലയിടത്തും നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ ട്രാവൽ ഫസ്റ്റ് 2015-ലായിരുന്നു. ഇന്ത്യ ഒട്ടാകെ എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ കൂടെ അല്ലാതെ ഫ്രണ്ട്സായിട്ടും ഞാൻ ഹിമാലയൊക്കെ പോയി അങ്ങനെയൊക്കെ പോയി ഒരു റൗണ്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെയും കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ ട്രാവലിങ്ങിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്പേസിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കും. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കും അത്ര കൺവീനിയൻ്റ് അല്ലാത്ത സ്ഥലങ്ങളിലേക്കും നമ്മൾ കൊണ്ടുവന്ന് ഇടുമ്പോഴാണ് നമുക്ക് ഓക്കെ നമ്മളിതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി അത് എല്ലാ യാത്രകളിലും അങ്ങനെ എന്തെങ്കിലും റിവലേഷൻസ് ഉണ്ടാവാറുണ്ട്. അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ കിലോമീറ്റേഴ്സിൽ? ഉണ്ടായിരിക്കും. അതിനും വേണ്ടിയിട്ട് നല്ല ട്രാവൽ ആയിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഞങ്ങൾ ഭയങ്കര ഫണ്ണായിരുന്നു ആ ഷൂട്ടും. ഞങ്ങളൊരു ബസ്സിലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ പോയത്. ഫ്രണ്ടിൽ വേറൊരു യൂണിറ്റ് നമ്മളെ ക്യാമറ ഒരു ബസ്സും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുമ്പ് ഞങ്ങൾ പോകുന്നതിനേക്കാളും ഒരു ദിവസം മുമ്പ്, ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ അടുത്ത് പോകേണ്ടത് തമിഴ്നാട്ടിലേക്കാണെങ്കിൽ 2 ദിവസം മുമ്പ് ഫ്രണ്ടിലൊരു കാറിൽ 2 പേര് പോകും അവിടുത്തെ റൂം ബുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും ഭയങ്കര ഒരു ബസ്സിൽ കൊള്ളുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ എൻ്റെ ക്രൂ ആയിട്ട്. ആ ബസ്സിൻ്റെ താഴെ തന്നെയാണ് നമ്മൾ അതിൻ്റെ ആർട്ട് പ്രോപ്പർട്ടീസൊക്കെ വെച്ച്. ആ ബസ്സിൻ്റെ ബാക്കിൽ 4 സീറ്റ് എടുത്ത് മാറ്റിയിട്ട് അതായിരുന്നു നമ്മുടെ കോസ്റ്റ്യൂം വാൻ. അപ്പോൾ ഈ ഒറ്റ ബസ്സാണ്, പിന്നെ ഈ ബാക്കി മറ്റേ ക്യാമറ വണ്ടി, ഇത് രണ്ടും മാത്രം കൊണ്ടാണ് നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാമൻ ആൻഡ് ഡ്യൂ, രാജസ്ഥാൻ, പിന്നെ ലഡാക്ക് വരെയും. അപ്പോൾ ഇത് ആ ട്രാവലിംഗ് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അത് കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ബസ്സിൽ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അതിനിടയ്ക്ക് നമ്മൾ നല്ല സ്ഥലം കണ്ടാൽ ചിലപ്പോൾ ഇറങ്ങി നമ്മൾ ഒരു ഷോട്ടൊക്കെ എടുത്തിട്ടൊക്കെ പോകുന്ന പോലെയാണ്. അതല്ലാതെ ഉള്ള സമയങ്ങളിൽ അതെ അതെ അതെ. പിന്നെ മണിക്കൂറുകളോളം നമ്മൾ ചിലപ്പോൾ ഒരു ബസ്സിനകത്ത് തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് പണ്ട് കോളേജിൽ നിന്നൊക്കെ ടൂർ പോയിരുന്ന പോലെ എനിക്ക് തോന്നുന്നു മന്മഥരാസയൊക്കെ ഇട്ടിട്ട് വേൽമുരുക ഇതൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിയൊക്കെയായിരുന്നു അതിനകത്ത്. അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. Thank you, Tovino, for taking your time. Before I conclude, one last question. If you have heard what I introduced you as, some actors, they get into the lives of people. അങ്ങനെ ഒരു സീൻ വെള്ളപ്പൊക്ക സമയത്ത്, ഫ്ലഡിൻ്റെ സമയത്ത് ടൊവിനോയിലൂടെ നമ്മളെല്ലാം കണ്ടതാണ്. You came to the forefront. You are a stealer of hearts, പക്ഷെ അന്നൊരു ഡിഫറെൻറ്റ് വേയിലാണ് you reached out to people and you played the same role in 2018 എന്നുള്ള മൂവിയിൽ. റിയൽ ലൈഫും അത് അപ്പം ഒരു പക്ഷേ ഫസ്റ്റ് ഓഫ് ടൈം ആയിരുന്നിരിക്കാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ യു ആർ ഓൾവേസ് ദെയർ കണക്റ്റിംഗ് ടു പീപ്പിൾ. യു ഹാവ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ പലതും ചെയ്ത് കണ്ടിട്ടുണ്ട്. യു ഹവ് ബീൻ വിത്ത് ദ പീപ്പിൾ. ഈ ഒരു ഗ്ലാമറും ആ ഒരു മിക്സിങ്ങും തമ്മിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഒരു ഹിച്ച് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് യു നോ ഹൗ ഡു പീപ്പിൾ, ഇപ്പം ആൾക്കാർ വന്നിട്ട് ഇതിനിടയ്ക്കും വന്ന് സെൽഫി എടുക്കാൻ വരുന്നവർ കാണുമല്ലോ. അപ്പം ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ് കൈൻഡ് ഓഫ്? അല്ല, അത് ഇപ്പം പുറത്തുനിന്ന് നോക്കുന്നവർക്കാണ് ഒരു ആക്ടർ, ഒരു സെലിബ്രിറ്റി, അത് അപ്രോച്ചബിൾ അല്ലാത്ത ഒരാൾ എന്നൊക്കെ ഉള്ളൂ. ഞാൻ ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ് പൊതുവേ. അങ്ങനെയാണ് കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും ഞാൻ തന്നെയാണ്. ഞാൻ അതിനകത്ത് സിനിമ നടനായാലും സെലിബ്രിറ്റി ആയാലും അതിലൊരു മാറ്റമില്ല. ഞാൻ തന്നെയാണുള്ളൂ. അതുപോലെ തന്നെയാണ് എൻ്റെ ക്ലോസ് റിലേറ്റീവ്സും എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ അറിയാവുന്ന ഞാൻ തന്നെയാണ് ഇപ്പോഴും ഉള്ള ഞാൻ. അപ്പോൾ എനിക്ക് ഞാനായിരിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്നെ ഞാനായിട്ട് തന്നെ കാണുകയും എൻ്റെ കുറവുകളും എൻ്റെ നല്ലതുകളും എല്ലാം വെച്ചിട്ട് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ കൂടുതൽ സമയമുള്ളത്. അതുകൊണ്ട് ഐ ക്യാൻ ബി മൈസെൽഫ് എപ്പോഴും. പിന്നെ പീപ്പിൾ ഹാവ് ബീൻ കൈൻഡ് ടു മീ എപ്പോഴും. അത് നമ്മളത് ഒന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെ ആൾക്കാരോട് സ്വീറ്റായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ലാതെ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്ലഡ്സിൻ്റെ സമയത്ത് പോലും ഞാൻ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയ്ക്ക് പുറത്തോ ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ നാട്ടിൽ ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഞാനും ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ അന്ന് ഞാൻ മാത്രമല്ല, അന്ന് കേരളത്തിലെ ഒരു വലിയ ഭൂരിപക്ഷം ഇതുപോലെ മറ്റ് തൊട്ടപ്പുറത്തുള്ള ആൾക്കാരെ സഹായിക്കാനും
അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർ ടേക്ക് കെയർ ചെയ്യാനും ഒക്കെയും റെഡിയായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരുന്നു. ആ സമയത്ത് ഞാൻ ഇരിങ്ങാലക്കുടയ്ക്ക് പുറത്ത് പോയിട്ട് എവിടെയും ആർക്കും ഒരു സഹായം ചെയ്തിട്ടില്ല. ഞാൻ പോപ്പുലർ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ അത് കൂടുതൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ചെയ്തു. അതുപോലെ എൻ്റെ നാട്ടിലും പുറത്ത് ബാക്കിയുള്ള എല്ലാ നാടുകളിലും ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരിൽ നിന്നും കൂടുതലായിട്ട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ചെയ്തു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ 2018 ആ ക്യാരക്ടർ വന്നപ്പോൾ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ കണ്ട കാര്യങ്ങളാണ് അത് മുഴുവൻ. നമ്മൾ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസസിനേക്കാളും ഞാൻ അതിനകത്ത് അത് അങ്ങനെ ഒരു വലിയൊരു പറമ്പെടുത്തിട്ട് അതിനകത്തൊരു ടാങ്കൊക്കെ കെട്ടി അതിനകത്ത് വീടുകളൊക്കെ വെച്ച് ആക്ച്വലി ചൂടായിട്ടൊരു ഫ്ലഡ് ആ ഒരു പറമ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ റെയിൻ സെറ്റപ്പും ഒക്കെ വരുമ്പോൾ നമുക്ക് ആക്ച്വലി പഴയ ആ ഒരു ഭയങ്കര ചില്ലിങ് ഒരു ഫീൽ വരും. നമ്മുടെ ആ ചിൽസ് ഇങ്ങനെ കയറി വരും നമ്മുടെ ബോഡിയിൽ കൂടെ. ശരിക്കും ഓർമ്മയില്ല, 2-3 കൊല്ലം മുമ്പ് നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനെ തോന്നും. പിന്നെ തീർച്ചയായിട്ടും ഒരു ആക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അൺകണ്ടീഷണൽ ലവ് കിട്ടുന്നുണ്ട് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന്. ഹേറ്റ് ഉണ്ട്, പക്ഷെ അത് വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ് കമ്പയർഡ് ടു ദ ലവ് വി ഗെറ്റ്. അപ്പോൾ അതിനെന്താ നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുക? ആരൊക്കെയാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ഓരോരുത്തരും നമ്മളോട് സ്നേഹിക്കുന്നവർക്ക് തിരിച്ച് സ്നേഹം കൊടുക്കാനായിട്ട്, അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതേപോലെ നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് നമ്മളെ ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിക്കുക, അങ്ങനെയല്ല നമുക്കതിന് നമ്മളോട് തരുന്ന സ്നേഹത്തിന് തിരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ നോക്കുക. ഇവരെയൊക്കെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ആണല്ലോ നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്നത് മുഴുവൻ. ഇത് മുഴുവൻ ഈ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണെങ്കിൽ ഇത്ര എഫേർട്ടൊന്നും ആവശ്യമൊന്നുമില്ല. ഇത്ര എഫേർട്ട് എടുക്കാതെയും ഈ ജോലി ചെയ്യാം. ഓക്കെ, ഇത്ര എഫേർട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവരെ എൻ്റർടൈൻ ചെയ്യിക്കുമ്പോൾ ഇവരുടെ ഒരു കയ്യടിയോ അല്ലെങ്കിൽ ഇവരുടെ ഒരു അപ്രിസിയേഷനോ പ്രേക്ഷകരുടെ അപ്രിസിയേഷനോ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 90% ഓഫ് യുവർ മൂവീസ് കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സ് ഞാൻ ക്വിക്കായിട്ട് ചോദിക്കും. വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഫസ്റ്റ് ദാറ്റ് വുഡ് മേക്ക് മീ ഡിസൈഡ് വിച്ച് ഇസ് ദ ബെസ്റ്റ്, മാത്തൻ ഓർ ജതിൻ രാംദാസ്? ക്ലീഷേ പറയരുത്, എല്ലാം ഇഷ്ടമാണെന്ന് പറയാം. എല്ലാം ഇഷ്ടമാണ്, തീർച്ചയായിട്ടും എല്ലാം ഇഷ്ടമാണ്. പക്ഷെ മാത്തനോടൊരു ഇഷ്ടം കൂടുതൽ ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ജതിൻ രാംദാസ് ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ മാത്തനേക്കാളും കൂടുതൽ ആൾക്കാരിലേക്ക് തന്നെ കാണിച്ച അതൊരു വേറെ വലിയൊരു സിനിമയായിരുന്നല്ലോ. അല്ലാന്ന് വലിയൊരു സിനിമ വെച്ചാൽ ലാലേട്ടനും രാജുവേട്ടനും ഒക്കെ ഭാഗമായിട്ടുള്ളൊരു വലിയ സിനിമ ആകുമ്പോൾ അതിനകത്ത് എനിക്കും ഏറ്റവും നല്ല ക്യാരക്ടർ രാജുവേട്ടൻ ആ സിനിമയ്ക്കകത്ത് എനിക്ക് തന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അപ്പൊ അത് കാരണം കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ മാത്തന് എനിക്കൊരു സ്പെഷ്യൽ ഇഷ്ടമുണ്ട്. മാത്തനെ സ്പെഷ്യലായിട്ട് മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ് ഓൺ ഓൾ യുവർ ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. ARM ഇനിയും സക്സസ്ഫുൾ ആവട്ടെ, അതുപോലെയുള്ള ഇനിയും വെഞ്ചേഴ്സ് ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ ടേക്കിംഗ് യുവർ ടൈം. താങ്ക്സ് എ ലോട്ട്. That was Malayalam's very dear and special to Veena Thomas with us.